ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അരവിന്ദൻ മരിച്ചതിനു ശേഷം ചിതക്ക് തീ കൊളുത്താനായിട്ട് ഗംഗയും കാവേരും കൂടി നിൽക്കുന്നുണ്ട്. ആദ്യം അവിടെയുള്ളവരൊക്കെ ചെറിയ എതിർപ്പൊക്കെ പറഞ്ഞുവെങ്കിലും ഒടുവിൽ ജയബാലൻ പറഞ്ഞതനുസരിച്ച് ഗംഗയും കാവേരും കൂടെ തന്നെ ആ ഒരു കർമ്മം ചെയ്യും. അരവിന്ദന് ആൺമക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആൺമക്കളുടെ സ്ഥാനത്ത് നിന്ന് അവർ തന്നെ അത് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കും. തങ്ങളുടെ അച്ഛനും മക്കൾ തന്നെ തീ കൊളുത്തട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പേരിൽ അങ്ങ് ജയിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു അയാള്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും. കുറേ സമയം ജയപാലനും പ്രവീണയും വിശാലും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞ് അവരവിടെ നിന്നും പോവാണ്. ജയപാലാണെങ്കിൽ നല്ല ഒന്നാം തരം അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിക്കും എന്തിനാണ് ഈ പറയുന്നത്? അരവിന്ദൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ ജയപാലനല്ലേ സത്യം അറിയാവുള്ളൂ, താൻ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന്. പക്ഷേ എല്ലാവരും മുന്നിൽ അഭിനയിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അരവിന്ദനോട് അത്രമാത്രം സ്നേഹമായിരുന്നല്ലോ ജയബാലന്. അങ്ങനെ അടക്കമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി പോകുന്ന സമയത്ത് ജയബാലൻ ശാരദയോടും മറ്റും പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ ശാരദയും മറ്റുള്ളവരും അതുപോലെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എങ്കിലും കാവേരിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇട്ടുപോയല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവള്. അങ്ങനെ പിറ്റേ ദിവസമായി ആ രാത്രിയിലാണെങ്കിൽ ആർക്കും ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. എല്ലായിടത്തും കരച്ചിൽ തന്നെ. പിന്നീട് അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം കാവേരി എഴുന്നേറ്റ് വന്നപ്പോൾ വിനീതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം തലേ രാത്രി പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അഴിച്ചു മാറ്റണം. അങ്ങനെ കുറേ അധികം പണികളുണ്ട്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ വേറെ ആരും ആ കുടുംബത്തിലില്ല. എല്ലാവരും ആകെ കരഞ്ഞു തളർന്നിരിക്കുകയാണല്ലോ. പോരാത്തതിന് വിനീതിനോടാണ് അരവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നോക്കിക്കോളണം, ഒന്നിനും ഒരു കുറവ് വരുത്തരുത് എന്ന്. താൻ ഇവിടെ ഇല്ലെങ്കിലും എല്ലാം വിനീതിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഈ വീട്ടിൽ താൻ മാത്രമേ ഇതൊക്കെ ചെയ്യാനുള്ളൂ എന്ന് വിനീതും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് വിനീത് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി ചെയ്യുന്നു. പന്തലുകാർക്ക് പൈസ കൊടുത്തു, കസേരയും കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചു മാറ്റി. അങ്ങനെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും കാവേരി അങ്ങോട്ടേക്ക് വന്നു. അവൾ ചുറ്റുമൊക്കെ നോക്കി. പെട്ടെന്ന് കാവേരിക്ക് തോന്നി തൻ്റെ അച്ഛൻ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് എന്ന്. അച്ഛൻ തന്നെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി. അയ്യോ, അച്ഛനല്ലേ അവിടെ നിൽക്കുന്നത്, മോളെ ഇങ്ങോട്ടേക്ക് വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ. അത് കേട്ടപ്പോൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കാവേരി അവിടെ നിന്നും ഓടി. വിനീത് ഇത് കണ്ട് അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ കാവേരി നീ ഈ കാണിക്കുന്നത്? അച്ഛൻ ഇവിടെയുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഈ പറയുന്നത്? അമ്മാവൻ മരിച്ചു പോയില്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് കാവേരിക്കൊന്ന് ബോധോദയം ഉണ്ടാകുന്നത്. അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, വിനീതേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാ ശരിയാവുക? അമ്മായിക്കും മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? ഈ കുടുംബത്തിൽ ഇത്തിരിയെങ്കിലും ധൈര്യശാലിയായിരുന്ന ആളല്ലേ നീ? എന്നിട്ടിപ്പോ നീ തന്നെ തളർന്നു പോയാൽ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാണ് വിനീത്. എനിക്ക് പറ്റുന്നില്ല വിനീതേട്ടാ, അത്രമാത്രം ഇഷ്ടമായിരുന്നു എനിക്ക് അച്ഛനെ. ഞങ്ങൾ ഇന്നേ വരെ അച്ഛൻ ഉള്ളൊന്നും നോവിച്ചിട്ട് പോലുമില്ല. അമ്മ ചിലപ്പൊക്കെ വടിയെടുത്ത് അടിക്കുമായിരിക്കും. അച്ഛൻ അങ്ങനെയില്ല. അച്ഛൻ ഞങ്ങളെ ഒന്ന് വഴക്ക് പോലും പറയാറ് പോലുമില്ല. ഞങ്ങളുടെ ഇഷ്ടങ്ങളായിരുന്നു അച്ഛൻ്റെയും ഇഷ്ടം. എന്ത് കാണിക്കുമെന്ന് പറഞ്ഞാലും അച്ഛൻ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മരം കയറാൻ പോലും പോയത്. അച്ഛനൊന്നും പറയില്ല. പിള്ളേര് ഇങ്ങനെ ധൈര്യത്തോടെ വളരണമെന്ന് പറഞ്ഞ് അത്രമാത്രം അച്ഛൻ എന്നെ ധൈര്യശാലിയാക്കി മാറ്റി. പക്ഷേ അച്ഛനിപ്പോൾ ഇല്ലാതായി. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അന്നേരം വിനീത് പറയുന്നുണ്ട്, ജീവിച്ചല്ലേ മതിയാവും മോളെ. ഒരാൾ പോയി എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവോ? ഒരിക്കലുമില്ല. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ടേ? അമ്മാവന് അത്രയുള്ളൂ ആയുസെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് വിനീത് സമാധാനിപ്പിച്ചു. എന്നാൽ അച്ഛൻ ഇന്ന് മരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. എന്നോട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. അച്ഛൻ കൂടെയുണ്ടല്ലോ എന്ന് കരുതി. വിനീത് പറയുന്നുണ്ട്, ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല കാവേരി. അന്ന് രാത്രി മരിക്കുന്നതിന് തൊട്ടു മുൻപ് എന്നോടും കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇവിടെയുള്ളവരൊക്കെ നോക്കിക്കൊള്ളണമെന്ന്. പക്ഷേ അത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് അമ്മാവന്റെ അവസാന വാക്കുകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സമയം കാവേരി വിതുമ്പിക്കൊണ്ട് കരയാണ്. വിനീത് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്തിനെ ഗംഗ പോയിട്ട് അരവിന്ദിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. കരഞ്ഞു തളർന്നിരിക്കുന്ന ശാരദ ആ ഒരു ഫോട്ടോ കണ്ടതോടുകൂടെ തന്നെ ആകെ തകർന്നു പോയി. ശാരദ പറഞ്ഞു, എന്തായാലും വരാമേട്ടാ. ഇത്ര പെട്ടെന്ന് എന്നെ തനിച്ചാക്കി പോകേണ്ടായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അരവിന്ദേട്ടന് അറിയാമായിരുന്നില്ലേ എനിക്ക് കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല എന്ന്? ഇത്രയും കാലം എന്നെ നോക്കിയത് അരവിന്ദേട്ടനല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? പോയപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോവാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാരദ കരയായിരിക്കും. ഗംഗ ശാരദയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, അമ്മേ, അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എഴുന്നേക്ക്, നീ പോയിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം എന്ന് പറയാണ് ശാരദ.
അങ്ങനെ ഗംഗ നേരെ പോയിട്ട് യാമിനി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. യാമിനി എഴുന്നേറ്റ് വന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചേച്ചി, ഇത്ര പെട്ടെന്ന് അച്ഛൻ പോയല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും കൂടി ടൂർ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ. ഗംഗ പറയുന്നുണ്ട്. അതെ, എന്റെ കല്യാണം അച്ഛൻ ഒത്തിരിയധികം സ്വപ്നം കണ്ടതാണ്. എന്റെ കഴുത്തിൽ മിന്നി വീഴുന്നത് കാണാൻ അച്ഛൻ കാത്തിരുന്നതാ. പക്ഷേ എല്ലാം തകർന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല യാമിനി. ഇതിനെയൊക്കെ നമുക്ക് നേരിട്ടേ പറ്റൂ. എങ്ങനെയാണെന്നറിയില്ല. യാമിനി പറഞ്ഞപ്പോൾ ഗംഗ അവളെ ആശ്വസിപ്പിച്ചു. നമ്മൾ ഇങ്ങനെ തളർന്നിരുന്ന അമ്മക്കത് താങ്ങാൻ കഴിയില്ല. അമ്മ ആകെ തളർന്നിരിക്കാണ്. ആ സമയത്തിന് നില അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഗംഗ അവിടെ തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂട്. ചേച്ചി, ഇവൾക്ക് നല്ല പനിയുണ്ട്. ഞാൻ പോയിട്ട് അമ്മയെ വിളിക്കട്ടെ എന്ന് യാമിനി ചോദിച്ചു. വേണ്ട, അമ്മ ഇപ്പൊ വിളിക്കണ്ട. അമ്മക്ക് കൂടുതൽ വിഷമമായിരിക്കും. നീ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്ക്. അവൾക്ക് കുടിക്കാൻ കൊടുക്കാം. നെറ്റിയിൽ നനഞ്ഞ തുണിയിടാം. അങ്ങനെ യാമിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ശാരദ അപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. സഞ്ചയത്തിന്റെ ദിവസമായി. ജയപാലും മറ്റുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ ശാരദാമ്മ ആകെ തളർന്നു കരയാണ്. കുറച്ചു കഴിഞ്ഞ് വിനീത് ഒരു കുടത്തിൽ അസ്ഥിയുമായി വന്നു. അതൊഴുക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചതായിരുന്നു. അത് കണ്ടപ്പോൾ നില ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ആ കുടത്തിനകത്ത്? അത് കേട്ടപ്പോൾ സുജാത പറഞ്ഞു, മോളെ, അത് നിന്റെ അച്ഛനെ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ചാരമാണ് ഇതിനകത്ത് എന്ന്. അത് കേട്ടതോടുകൂടെ തന്നെ നീൾ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു കരച്ചിലായിരുന്നു അവിടെ. കാവേരിയും ഗംഗയും യാമിനിയും എല്ലാം തളർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ആകെ കരഞ്ഞു തളർന്നിരിക്കുകയാണ്. അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് സുജാതക്കോ രാധമ്മക്കോ അറിയില്ലായിരുന്നു. ഈ സമയം ജയബാലൻ പറഞ്ഞു, ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അസ്ഥി ഒഴിക്കണം. ശാരദ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല ജയബാല. അരവിന്ദേട്ടൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ജയബാലൻ പറയുന്നുണ്ട്, സത്യത്തെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ ശാരദേ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണ്ടേ. സുജാതയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. രാധമ്മ പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ ഞാൻ പോകുന്നതിന് പകരം അയാൾ പോയല്ലോ. കാവേരിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തിനാ കരയുന്നത്? ഈ കുടുംബത്തിൽ ധൈര്യമുള്ളത് നിനക്കല്ലേ. നീ വേണം ഇനി എല്ലാവർക്കും ആശ്വാസം നൽകാൻ. കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. എങ്കിലേ അരവിന്ദേട്ടന് സമാധാനം കിട്ടുള്ളൂ. ജയപാലൻ അവരെ ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആ വീടിന്റെ ഉമ്മറത്ത് ശൂന്യത മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് തന്നെ അരവിന്ദൻ യാത്രയായി. സഞ്ചയന കർമ്മങ്ങൾ കഴിഞ്ഞ് അസ്ഥി പുഴയിലൊരുക്കാൻ പോകുന്ന ആ നിമിഷം ആ കുടുംബത്തിന്റെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ജയബാലൻ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലെ ആ ഒരു ചെന്നായി ചിരി ആരും കണ്ടില്ല. അസ്ഥി കൂടെ മാറോട് ചേർത്ത് പിടിച്ച് ശാരദ പുഴക്കരയിൽ നിൽക്കുകയാണ്. വിനീത് തൊട്ടടുത്ത് തന്നെ സമാധാനിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. വരാമേട്ട, എന്നെ ഒറ്റക്കാക്കി പോയല്ലോ എന്ന ശാരദയുടെ നിലവിളി ആ പുഴയോരത്തെ കാറ്റിലങ്ങ് അലിഞ്ഞുപോയി. കാവേരിയും ഗംഗയും യാമിനിയും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. പെട്ടെന്ന് കാവേരി തന്റെ കണ്ണുനീര് തുടച്ചു. അവൾ ജയപാലന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുനീരിൽ വിഷമത്തേക്കാൾ ഉപരി എന്തോ ഒരു ആശ്വാസം തെളിയുന്നത് പോലെ അവൾക്ക് തോന്നി. രാത്രിയായപ്പോൾ വീടാകെ നിശബ്ദമായി. നിലയുടെ പനിയൊന്നും കുറഞ്ഞിട്ടില്ല. ഗംഗ അവളുടെ അരികിലിരുന്ന് നെറ്റിയിൽ ഇങ്ങനെ വെള്ളം തടവാണ്. അപ്പുറത്ത് ശാരദ ബോധം കെട്ടതുപോലെ കിടന്നു. കാവേരി ഉമ്മർത്ത് തൂണിൽ ചാരി ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാണ്. വിനീത് അങ്ങോട്ടേക്ക് വന്നു. കാവേരി, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റില്ലല്ലോ. കാവേരി വിനീതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വിനീതേട്ടാ, എനിക്കൊരു സംശയം. അച്ഛൻ അന്ന് രാത്രി എന്തിനാ ജയബാലമാമന്റെ അടുത്തേക്ക് പോവേണ്ടി വന്നത്? അവിടെ വെച്ചല്ലേ അച്ഛന് വയ്യാതായത്. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. എനിക്കത് അന്നേ മനസ്സിലായില്ല. വിനീത് ഒന്നും ഞെട്ടി. നീ എന്തായി പറയുന്നത് കാവേരി? അമ്മാവന് അസുഖം വന്നത് സ്വാഭാവികമല്ലേ? അല്ല വിനീതേട്ടാ, അച്ഛന്റെ മുഖത്തെ ആ ഒരു പേടി ഞാൻ കണ്ടതാണ്. അന്ന് രാത്രി ജയബാലമാമൻ വന്നപ്പോൾ തൊട്ട് അച്ഛൻ അസ്വസ്ഥനായിരുന്നു. എനിക്കറിയാം അന്ന് അവിടെ എന്താണ് നടന്നത് എന്ന്. കാവേരിയുടെ സ്വരത്തിൽ പഴയ ആ ഒരു ധൈര്യം തിരിച്ചു വന്നതുപോലെ വിനീതിന് തോന്നി. അതേസമയം ജയപാലന്റെ വീട്ടിൽ അയാൾ വലിയൊരു കണക്കൂട്ടലിലായിരുന്നു. അരവിന്ദിന്റെ പേരിലുള്ള സ്വത്തുക്കളും ഗംഗയുടെ കല്യാണത്തിനായി കരുതി വെച്ച ആ ഒരു പണവും എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നായിരുന്നു അയാളുടെ ചിന്ത. അരവിന്ദ, നീ പോയതോടുകൂടെ തന്നെ ഈ വഴി അങ്ങ് തെളിഞ്ഞു. ഇനി നിന്റെ മക്കളെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും. അയാൾ തനിയെ പറഞ്ഞു ചിരിച്ചു. പിറ്റേന്ന് രാവിലെ അപ്രതീക്ഷിതമായി ജയപാലൻ കുറച്ച് ആധാരങ്ങളുമായി ശാരദയുടെ വീട്ടിലേക്കെത്തി. ശാരദയെ, അരവിന്ദൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ വീടിന്റെയും പറമ്പിന്റെയും കാര്യം ചില ബാധ്യതകളായിരുന്നു. അതൊക്കെ തീർക്കാൻ ഈ ഒരു ഒപ്പ് വേണമെന്ന് പറയും. ശാരദയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ പേന എടുക്കാൻ പോയപ്പോൾ കാവേരി വന്ന് തടഞ്ഞു. നിൽക്കമ്മേ, അച്ഛൻ ഒരിക്കലും കടം വരുത്തിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. മാമ, ഈ പേപ്പറിൽ ഞാനൊന്ന് വായിക്കട്ടെ എന്ന് പറയും. ജയപാലന്റെ മുഖമങ്ങ് വിളറി. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ മോളെ എന്ന് അയാൾ ചോദിച്ചു. പക്ഷേ കാവേരിയുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അരവിന്ദൻ മരിച്ചുവെങ്കിലും ആ വീടിനെ സംരക്ഷിക്കാൻ ഒരു ആൺകുട്ടിയേക്കാൾ കരുത്തോടു കൂടി തന്നെ കാവേരി അവിടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ മുഖംമൂടി അഴിയാൻ അധികം താമസമൊന്നുമില്ല എന്ന് ആ ഒരു രംഗം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇനി വരാൻ പോകുന്ന കിടിലൻ സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.